എല്ലാവർക്കും ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ പുതിയ ഒരു താളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വില്വാമംഗലം സ്വാമിയാരുടെ പുതിയ ശ്ലോകമാണ്. ക്രിസ്മസ് വെക്കേഷനും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം നമ്മൾ ആകെ തിരക്കായി പോയി. അതുകൊണ്ടാണ് ശ്ലോകം ഇടാൻ വൈകിയത്. ഇന്ന് നമുക്ക് ആദ്യം തന്നെ ഈ ശ്ലോകത്തിൻ്റെ സാരസ്യം നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ചൊല്ലാൻ പോകുന്ന ശ്ലോകത്തിൻ്റെ സാരസ്യം പറയാം. ഒരു ദിവസം കൃഷ്ണൻ അങ്ങനെ കള്ളയുറക്കം നടിച്ചങ്ങനെ കണ്ണടച്ച് കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു അത്രേ. അപ്പോൾ ഗോപികമാരെല്ലാവരും കൂടി കട്ടിലിൻ്റെ നാലു പുറവും വന്നു. അപ്പം കൃഷ്ണൻ കള്ളയുറക്കം നടിച്ച് അങ്ങനെ കിടക്കണതാണ് കണ്ടത്. അപ്പോൾ ഈ ഗോപികമാർ കൃഷ്ണനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് കട്ടിലിൻ്റെ നാലു പുറവും നിന്ന് കൃഷ്ണനെ പറ്റി ഇങ്ങനെ പറയാൻ തുടങ്ങി ഇത്രേ. ഓരോ കഥകൾ, കൃഷ്ണൻ അങ്ങനെ കൃഷ്ണൻ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ട് കൃഷ്ണന് മനസ്സിൽ ചിരി അടക്കാൻ പറ്റിയില്ല. എന്നാലും ഇതിങ്ങനെ ഇവരൊക്കെ എന്തൊക്കെ പറയും എന്നെപ്പറ്റി എന്നറിയാൻ വേണ്ടി ഉറക്കം നടിച്ച് തന്നെ അങ്ങനെ കിടന്നു. കുറേ കഴിഞ്ഞപ്പോൾ കൃഷ്ണന് ഇവരുടെ സംഭാഷണം ഇങ്ങനെ കേൾക്കും തോറും ചിരി പൊട്ടി അവസാനം ഉറക്കെ ചിരിച്ചുപോയി ഇത്രേ കൃഷ്ണൻ. അങ്ങനെയെല്ലാമുള്ള ലീലകളാടുന്ന ഭഗവാനെ ഞാനിതാ ഉപാസിക്കുന്നു എന്ന് ആണ് വില്വമംഗലം ഈ ഒരു ശ്ലോകത്തിൽ പറയണത്. ആ ശ്ലോകം ചൊല്ലാം. സ്തോക നിരുധ്യമാനമൃദുല പ്രസ്യന്തി മന്ദസ്മിതം പ്രേമോദ്ഭേദനിരർഗള പ്രസൃമര പ്രവ്യക്തരോമോദ്ഗമം ശ്രോതൃശ്രോത്രമനോഹരവ്രജവധൂലീലാമിഥോ ജൽപ്പിതം മിഥ്യാസ്വാപമുപാസ്മഹേ ഭഗവത ക്രീഡാനിമീലദൃശ. ഇതിൻ്റെ തർജ്ജമ നോക്കാം. അല്പാൽപ്പം മിഴിപൂട്ടി മന്ദഹസിതം പൂണ്ടങ്ങുറക്കം നടിച്ചുച്ചം ഗോപികൾ ചൊല്ലുമാ കപടമാം ഭാഷ്യങ്ങൾ കേൾക്കും വിധൗ പ്രേമോദ്ബോധവികാരമോടെ തനുവിൽ രോമാഞ്ചമാർന്നൗവിധം ക്രീഡാലോലമുറങ്ങിടും ചതുരനെ നിത്യം ഭജിക്കുന്നു ഞാൻ. തർജ്ജമ ശ്ലോകം ചൊല്ലുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ഇതിൻ്റെ സാരസ്യം മനസ്സിലാവും എന്നാണ് വിചാരിക്കുന്നത്, അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ തർജ്ജമ ശ്ലോകത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒക്കെയുള്ള ഈ ചതുരനായ ശ്രീകൃഷ്ണനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് വില്വമംഗലം സ്വാമിയാർ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൻ്റെ സാരസ്യം നോക്കാം. വിചിത്രമായ പത്തിക്കീറ്റുകളോടുകൂടി. എന്താണ് ഈ പത്തിക്കീറ്റ് എന്ന് ചോദിച്ചാൽ സുഗന്ധമുള്ള വർണ്ണവസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കുന്ന വരയും കുറിയും ഒക്കെ അതിനെയാണ് പത്തിക്കീറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ഇലക്കുറി തൊടാറുണ്ട്, അല്ലേ? ഇലയിൽ നമ്മളിങ്ങനെ നീളത്തിൽ ഒരു വര പോലെ വെട്ടിയുണ്ടാക്കി നമ്മൾ 2 or 3 ഒക്കെ വര പോലെ ഇങ്ങനെ കുറിയിടാറുണ്ട്. അതിനാണ് പത്തിക്കീറ്റ് എന്ന് പറയണത്. അങ്ങനെയുള്ള കുറി ഈ ഗോപികമാർ നെറ്റിയിലും കവിളിലും മാറത്തും ഒക്കെ അണിയാറുണ്ടായിരുന്നു പോലും. അപ്പോൾ അങ്ങനെ പണ്ടുള്ളൊരു പതിവുണ്ട്. നമ്മളിപ്പോൾ തന്നെ അതൊന്നും കാണാനില്ല. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇലക്കുറി തൊട്ടിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇല ഇതുപോലെ നല്ല ഭംഗിയിൽ നീളത്തിലിങ്ങനെ വെട്ടി ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ചന്ദനം അല്ലെങ്കിൽ എന്താ കുങ്കുമോ എന്താ തൊടേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ തൊടും. ആ ഒരു നമ്മൾ വെട്ടി ഉണ്ടാക്കിയ ആ സ്ഥലത്ത്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മുടെ നെറ്റിയിൽ ആ കുറി വരും. പ്രായമായവർക്കൊക്കെ നിശ്ചയം ഉണ്ടാവും. എന്നാലും ഞാൻ ഇത് പുതിയ കുട്ടികളോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവാൻ പറയുകയാണ്. ഇതുപോലെ
പത്തിക്കീറ്റ് അണിഞ്ഞ ഗോപസ്ത്രീകളുടെ വക്ഷസ്ഥലത്തിലും. പിന്നെ ഈ ശ്രീകൃഷ്ണനെ ഭഗവാനെ എവിടെയെല്ലാം ആണ് ഭഗവാന്റെ സുഖവാസ സ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയണത്. അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള പത്തിക്കീറ്റ് അണിഞ്ഞ ഗോപികമാരുടെ വക്ഷസ്ഥലത്തിലും, പിന്നെ രാഗദ്വേഷാദികളൊന്നുമില്ലാത്ത മുനിമാരുടെ മനസ്സിലും, സുഖസഞ്ചാരത്തിനൊരുക്കിയ വൃന്ദാവനത്തിലെ മരച്ചുവട്ടിലും അല്ലാതെ ഭഗവാനെ എവിടെയാണ് കാണാൻ കഴിയുക എന്നാണ് സ്വാമിയാർ ചോദിക്കുന്നത്. എന്നുവെച്ചാൽ ഈ 3 സ്ഥാനത്തല്ലാതെ ഭഗവാനെ വേറെ എവിടെയും കാണാൻ സാധിക്കില്ല എന്നാണ് പറയണത്. ഭഗവാനെ നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കുന്നവരുടെ മനസ്സുകളിലാണ് ഭഗവാന്റെ താമസം എന്നാണ് ഇതിൻ്റെ ചുരുക്കം. ഇതേപോലെ ഇതേ അർത്ഥം വരുന്ന വേറൊരു ശ്ലോകം ഇനി 2ാമത്തെ സർഗത്തിൽ വരുന്നുണ്ട്. ഉലൂഖല്ലം വാ യമിനാം മനോവാ ഗോപാംഗനാനാം കുചകുട്മളം വാ മുരാരിനാംന കളഭസ്യ നൂനമാളാനനാസീൽ ത്രയമേവ ഭൂമൗ. മുരാരി അതിൻ്റെ അർത്ഥം ഇതുപോലെ ഏകദേശം ഇതേ അർത്ഥം തന്നെയാണ്. മുരാരി എന്ന പേരിലുള്ള ആനയെ തളയ്ക്കണതിന് ലോകത്തിൽ 3 സ്ഥാനങ്ങളേ ഉള്ളൂ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇതേപോലെ തന്നെ ഉലൂഖലം വാ, ഉലൂഖലത്തിൽ പിടിച്ചു കെട്ടിയിട്ടു യശോദാമ്മ അല്ലേ. അത് സ്നേഹം ആകുന്ന കയറുകൊണ്ട് പാശം കൊണ്ട് കെട്ടിയിട്ടു. അതുപോലെ യമിനാം മനോവാ, മഹർഷിമാരുടെ മനസ്സ്, യമികളുടെ മനസ്സിൽ. പിന്നെ ഗോപാംഗനാനാം കുചകുത്മളം വാ, ഒന്നിനും അല്ലാതെ ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്ന ഗോപികമാരുടെ മനസ്സിലും ആണ് ഈ ഭഗവാനെ കാണാൻ പറ്റുക. എന്നുവെച്ചാൽ ഈ ആന മുരാരി എന്നുള്ള ആനയെ കാണാൻ സാധിക്കുന്നത് ഈ 3 സ്ഥലങ്ങളിലാണ് എന്ന് വേറൊരു ശ്ലോകം വരാനുണ്ട്. ഇതിനോട് ബന്ധിപ്പിച്ച് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വിസ്തരിച്ച് പറയാം. ഇനി ഈ ശ്ലോകം വായിക്കാം. വിചിത്രപത്രാങ്കുരശാലി ബാലാസ്ഥനാന്തരം മൗനിമനോന്തരം വാ അപാസ്യവൃന്ദാവന പാദപാസ്യമുപാസ്യമന്യം ന വിലോകയാമ. മുനീന്ദ്രർ തൻ ഹൃത്തടമാകെ ശേഷം വിശിഷ്യ വൃന്ദാവന വൃക്ഷമൂലേ തിരഞ്ഞു ഞാൻ, എങ്കിലും ആ കിശോരൻ വിളങ്ങി ഗോപീഹൃദയേ വിശേഷാൽ. ഈ 2ാമത്തെ ശ്ലോകം ഉപേന്ദ്ര വജ്രയിലും ആദ്യം ചൊല്ലിയ ശ്ലോകം ശർദുല വിക്രീഡിതത്തിലും ആണ് രചിച്ചിട്ടുള്ളത്. അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.